15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് എത്തിയത്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. ഇത് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവട ബന്ധത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിൽ യൂറോപ്യന്മാർക്ക് കടൽമാർഗം ഇന്ത്യയിലേക്കുള്ള ഒരു വാണിജ്യപാത കണ്ടെത്തുക ആവശ്യമായി വന്നു. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തുള്ള മുനമ്പ് ചുറ്റി ഏഷ്യയിലെത്താനുള്ള കടൽമാർഗം കണ്ടെത്തിയത് പോർച്ചുഗീസുകാരനായ ബർത്തലോമിയ ഡയസ് ആണ്. പുതിയ കടൽമാർഗത്തിലൂടെ ബർത്തലോമിയ 1488 സഞ്ചരിച്ചു എങ്കിലും അദ്ദേഹത്തിന് ആഫ്രിക്കയുടെ മുനമ്പ് കടക്കുവാൻ സാധിച്ചില്ല. ശക്തമായ കാറ്റിനെ തുടർന്ന് അദ്ദേഹത്തിന് മുന്നോട്ടു പോകുവാൻ സാധിച്ചില്ല. അദ്ദേഹം തിരിച്ചു പോർച്ചുഗലിലേക്ക് മടങ്ങിയതിനെ തുടർന്ന് പോർച്ചുഗീസ് രാജാവ് മാനുവൽ മറ്റൊരു സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചു. ആ സംഘത്തിന് നേതൃത്വം നൽകിയത് വാസ്കോ ഡ ഗാമ എന്ന നാവികനാണ്. പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന് 1497 വാസ്കോ ഡ ഗാമ പുറപ്പെട്ടു. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തി. സെന്റ് ഗബ്രിയേൽ കപ്പലിലാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോട്ടേക്ക് എത്തിയത്. അദ്ദേഹം തൻ്റെ കപ്പൽ നങ്കൂരമിട്ടത് കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്നലായിനി കൊല്ലം എന്ന കടപ്പുറത്താണ്. അങ്ങനെ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരായി പോർച്ചുഗീസുകാർ മാറി. 1498 മെയ് മാസത്തിൽ വാസ്കോ ഡ ഗാമ കോഴിക്കോട്ട് വന്നിറങ്ങിയത് കേരള ചരിത്രത്തിലെ സംഭവബഹുലമായ ഒരു അധ്യായത്തിൻ്റെ ആരംഭമാണ്. ഏഷ്യയുടെ ചരിത്രത്തിൽ വാസ്കോ ഡ ഗാമ യുഗത്തിന് തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. വാസ്കോ ഡ ഗാമ കാലുകുത്തിയ സ്ഥലം കാപ്പാട് ബീച്ച്. വാണിജ്യം ലക്ഷ്യമിട്ട് കോഴിക്കോട് വന്നിറങ്ങിയ ഗാമ പ്രതീക്ഷിച്ച സ്വീകാര്യത സാമൂതിരിയിൽ നിന്നും ലഭിച്ചില്ല. സാമൂതിരിക്ക് അറബികളുമായുള്ള വാണിജ്യ ബന്ധത്തിനായിരുന്നു താൽപ്പര്യം. ഇതേ തുടർന്ന് ഗാമ ഓഗസ്റ്റിൽ കോഴിക്കോട് വിട്ടു. എന്നിട്ട് അവർ കോലോത്തിരി രാജാവിനെ സന്ദർശിച്ചു. കോലോത്തിരി രാജാവ് വാണിജ്യ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തു. തുടർന്ന് അവർ തമ്മിൽ കരാറിലേർപ്പെട്ടു. ഗാമ പോർച്ചുഗലിൽ തിരിച്ചെത്തിയത് അദ്ദേഹത്തിന് പര്യടനത്തിന് ചിലവായ തുകയുടെ 60 മടങ്ങ് മൂല്യമുള്ള ചരക്കുകളുമായാണ്. ഇതാണ് ഗാമയുടെ ആദ്യ വരവ്.